വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ കുടുംബക്ഷേത്രത്തിൽ 3 ദിവസം നീണ്ടു നിന്ന സ്വർണ്ണ പ്രശ്നത്തിൻ്റെ വ്ലോഗാണ്. ഇതിങ്ങനെ ഫിലിം ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ കാരണം തന്നെ ഒരുപാട് കാലത്തിന് ശേഷം പിന്നെ എടുത്തു വെച്ച് കാണാൻ വേണ്ടിയിട്ടാണ്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ അമ്പലം വ്ലോഗ്. വ്ലോഗ് തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫേസ് കണ്ട് ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോളൂ കേട്ടോ. മുൻപുള്ള വീഡിയോസ് കണ്ടവർക്കറിയാം ഈ ഒരു അമ്പലവും ഞാനും തമ്മിലുള്ളൊരു കണക്ഷൻ എത്രത്തോളം സ്ട്രോങ് ആണെന്ന്. ആക്ച്വലി ഈ ഒരു അമ്പലം പണ്ട് വളരെ പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ നശിപ്പിക്കപ്പെട്ടതാണ്. പിന്നെ എൻ്റെ അച്ഛൻ്റെ തലമുറയാണ് അത് വീണ്ടെടുത്ത് ഇങ്ങനെയാക്കിയത്. അപ്പം ആ ഒരു പ്രോസസ്സിൽ ചെറുപ്പം തൊട്ടേ അതിൻ്റെ ഭാഗമായിട്ട് നിന്നതുകൊണ്ടായിരിക്കാം എനിക്ക് ഇത്രയും കണക്ഷൻ ഈ ഒരു ദേവിയായിട്ടും ഈ ഒരു അമ്പലവുമായിട്ട് തോന്നുന്നത്. അത് മാത്രമല്ല, ആദ്യമായിട്ട് ഈ ഒരു അമ്പലം ഇവിടെ പണിയുന്നതിൻ്റെ മുമ്പായിട്ട് ഒരു സ്വർണ്ണ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ സ്വർണ്ണം എടുത്തത് ഞാനായിരുന്നു. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 22 വർഷങ്ങൾക്ക് മുമ്പ്. അത് എപ്പോഴും എൻ്റെ മെമ്മറിയിൽ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എത്രത്തോളം അത് ചെറിഷ് ചെയ്യുന്നുണ്ടാവും. സോ അന്ന് ഞങ്ങളുടെ ദേവി ഞങ്ങൾക്കൊരു കുഞ്ഞു കുട്ടിയായിരുന്നു. ഇപ്പം വളർന്ന് വലുതായി എൻ്റെ കൂടെ തന്നെ. ഇനി എനിക്ക് അന്ന് കിട്ടിയ ഭാഗ്യം ഇന്ന് കിട്ടിയിരിക്കുന്നത് ദേ ഈ മോൾക്കാണേ. ഈ മോള് മാത്രമല്ല, ഒരു ചെറിയ മോളെയും കൂടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പേരുടെയും പട്ടുപാവടയും ബ്ലൗസും ഞാനാണ് സെലക്ട് ചെയ്തത്. ഡ്രസ് ഇഷ്ടായോ? അവരുടെ ഡ്രസ്സ് മാത്രമല്ല കേട്ടോ, അവിടെ നിൽക്കുന്ന എല്ലാവരുടെയും സെറ്റും മുണ്ടും ബ്ലൗസും ഒക്കെ ഞാനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു കളർ കോഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതെല്ലാം എൻ്റെ റിലേറ്റീവ്സ് ആണ് കേട്ടോ. സ്വർണ്ണ പ്രശ്നത്തിന് വരുന്ന പണിക്കന്മാരെ നമ്മൾ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ താലം വെച്ചിട്ട് അവിടെ നിൽക്കുന്നത്. അവിടെ നിന്ന് അവരെ സ്വീകരിച്ച് ആനയിച്ചിട്ടാണ് അമ്പലത്തിലേക്ക് കയറ്റുന്നത്. ഏറ്റവും മുൻപിലായിട്ട് കാരണവരും പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് നമ്മുടെ സ്ത്രീ ജനങ്ങളും അതിനുശേഷമാണ് പണിക്കന്മാരും വരുന്നത്. എൻ്റെ ഈ വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ച ആൾ നന്നായിട്ട് അത് സ്ലോ മോഷൻ ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് വീഡിയോ ഇത്ര ഡിലേ ആയി പോയത് കേട്ടോ. കുഴപ്പമില്ല, എൻ്റെ പോർഷൻ കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് സ്പീഡ് കൂട്ടിയിട്ടോളാം. ദേ ഇതുപോലെ ഇപ്പം നല്ല സ്പീഡായില്ലേ? ദേ ബാക്കിൽ വരുന്ന കേട്ടോ പണിക്കന്മാർ. 3 പേരായിരുന്നു. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ആളുകളാണ് വന്നിരിക്കുന്നത്. ഇത് തിരഞ്ഞെടുത്തത് നറുക്കെടുപ്പിലൂടെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ എൻ്റർ ചെയ്തിട്ട് പിന്നെ ഒരു വട്ടം ഒന്ന് പ്രദക്ഷിണം വെച്ചിട്ടാണ് താലപ്പൊലി അവസാനിപ്പിച്ചിരിക്കുന്നത്. എൻ്റെ കൂടെ അമ്മയുണ്ടായിരുന്നു, എൻ്റെ ആൻറ്റിമാരുണ്ടായിരുന്നു, എൻ്റെ വല്യമ്മമാരുണ്ടായിരുന്നു, ഇളയമ്മമാരുണ്ടായിരുന്നു, എല്ലാ കസിൻസും ഉണ്ടായിരുന്നു. അത് തന്നെ വലിയ സന്തോഷമല്ലേ. അങ്ങനെ ആദ്യത്തെ പ്രദക്ഷിണം കഴിഞ്ഞിട്ട് നമ്മൾ താലമൊക്കെ അവിടെ ഏൽപ്പിച്ചു. തിരിച്ച് നമ്മൾ ആ സദസ്സിൽ പോയിട്ട് ഇരിക്കാൻ പോവാണ്. അവിടെ ഒരു സ്റ്റേജ് ഉണ്ട്. അതിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് ഇവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അതിൻ്റെ മുൻപേ നേരത്തെ കണ്ട കുട്ടികൾ അവിടെ പോയിട്ട് സ്വർണ്ണമൊക്കെ എടുക്കും. അങ്ങനത്തെ ഒരു ചടങ്ങൊക്കെ ഉണ്ട്. അപ്പം ഇതിന് ശേഷം നമ്മൾ അതിലേക്ക് പോവുകയാണ്. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇട്ടപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, എൻ്റെ അമ്മയൊക്കെ അവിടെ പോയിട്ട് ഫസ്റ്റ് തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അപ്പം ഞാനും പെട്ടെന്ന് ഓടിയിട്ട് ആ പന്തലിൽ പോയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. നേരെ കാണുന്നതാണ് നമ്മുടെ തന്ത്രി ആ പണിക്കരടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ആ ഒരു സ്റ്റേജ് കെട്ടിയിരിക്കുന്നത്. തൊട്ട് താഴെ ഈ ചാണകമൊക്കെ മെഴുകിയ സ്ഥലത്താണ് ഈ കൊച്ച് സ്വർണ്ണം എടുക്കുന്നത്. അത് ഈ ചടങ്ങാണ് കേട്ടോ. പിൻ ഡ്രോപ്പ് സൈലൻസ് വേണമെന്നായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എല്ലാവരും മിണ്ടാണ്ടിരിക്കുകയായിരുന്നു. ഫോണൊക്കെ സൈലൻ്റ് ആക്കി വെച്ച് നല്ല കുട്ടികളായിട്ട് എല്ലാവരും സെറ്റായിട്ട് ഇരുന്നു കേട്ടോ. ഇതിൽ നമ്മുടെ കുടുംബക്കാരല്ലാതെ നാട്ടുകാരും ഉണ്ടായിരുന്നു. നമ്മുടെ അമ്പലം ദേശത്തിൻ്റെ അമ്പലം കൂടിയാണ്. സോ അവർ എല്ലാവരും കൂടെ പങ്കെടുത്തൊരു ചടങ്ങായിരുന്നത്. ഇത് ഞങ്ങളുടെ സ്വന്തം മിക്കു ബേബി. ആളൊരു വായാടിയാണേ. പുറകിലുള്ളത് ഒരു വികൃതി കുട്ടനും. അങ്ങനെ സ്വർണ്ണം എടുക്കുന്ന ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും സ്റ്റേജിൻ്റെ മുകളിൽ കയറി പ്രശ്നം വെച്ച് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. മേടമാസത്തെ ചിത്രനക്ഷത്രം പ്രധാനമായി ആചരിച്ചു വരുന്ന താഴത്തേരി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെയും മറ്റു പുരോഹിതന്മാരുടെയും സാന്നിധ്യാദികളായ സമസ്ത ഗുണദോഷങ്ങളും അറിയാൻ വേണ്ടി പ്രാർത്ഥിച്ചു വെച്ച സ്വർണ്ണപ്രശ്നത്തിന് സ്വർണ്ണാരൂഢം വൃശ്ചികരാശിയിലാണ് കുഞ്ഞ് സ്വർണം വെച്ചത്. സ്വർണത്തിൻ്റെ സ്ഥിതി പരിശോധിച്ചപ്പോൾ പുഷ്പാക്ഷരങ്ങളുടെ മധ്യഭാഗത്തായിട്ട് ഇതായിരുന്നു അവരെ കേൾക്കുന്ന സദസ്സ്. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ കുടുംബം മാത്രമല്ല അവിടുത്തെ നാട്ടുകാരും ഉണ്ടായിരുന്നു.
അതിൻ്റെ കൂടെ ദേ ഒന്നും മനസ്സിലാവാത്ത എൻ്റെ അനിയത്തിയും. എൻ്റെ അനിയത്തി മാത്രമല്ല, ദേ ഒന്നും മനസ്സിലാവാത്ത 2 കടുകുമണികളും ഇവിടെ ഉണ്ട്. രാജാക്കന്മാരോ രാജകുമാരന്മാരുള്ള അത്രയും ഗൗരവത്തിലുണ്ടായിരുന്നത് വ്യക്തമായി മനസ്സിലാക്കി. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം ഉച്ചഭക്ഷണത്തിൻ്റെ സമയമായിട്ടോ. ആ സമയമായപ്പോഴത്തേക്ക് കുറച്ചുകൂടെ തിരക്കായി. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് കഴിക്കാമെന്ന് കരുതി അവിടെ വെയിറ്റ് ചെയ്യാനിരിക്കും. ആ നേരം കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. എല്ലാവരും കൂടെ ഒത്തുകൂടി ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് കിട്ടി കുറച്ച് ഫോട്ടോസിന്. ക്യാബിന് പോയെന്നാ കുഞ്ഞിട്ട് മുഖം കാണുന്നുണ്ടോ? അവൾ ആക്ച്വലി നല്ല ടയേർഡായിരുന്നു കേട്ടോ. 1 മാസത്തെ ക്യാമ്പ് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് അങ്ങോട്ടേക്ക് വന്നതാണ്. അതിൻ്റെ എല്ലാ ക്ഷീണവും കുട്ടിയുടെ മുഖത്തുണ്ട്. പിന്നെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ അമ്മയും ചിരിക്കാത്ത അച്ഛൻ്റെ ഫോട്ടോയും. അങ്ങനെ കുറച്ച് പടങ്ങളൊക്കെ പിടിച്ച് വന്നപ്പോഴത്തേക്ക് നമുക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയമായി. അങ്ങനെ ഞാൻ ഓരോരുത്തരുടെ പ്ലേറ്റിൽ പോയിട്ട് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നോക്കുമായിരുന്നു. എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് പോയപ്പോഴേക്കും ചോറ് മാത്രം ബാക്കിയായി. ബാക്കി എല്ലാ കറികളും അവിടെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഭക്ഷണശേഷം വീണ്ടും നമ്മുടെ നേരത്തെ ഇന്ന സെഷനിലേക്ക് നമ്മൾ തിരിച്ചു പോവാണ്. ഇത്രയും പേരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈവനിങ് സെഷനിൽ ആഫ്റ്റർനൂൺ സെഷനിൽ സൗന്ദര്യക്കാണം പറഞ്ഞെങ്കിൽ പിന്നെ മധ്യത്തിലേക്കാണ് പറയണം. കള്ളനെ വന്നിട്ടൊന്നുമില്ല. അല്ല ബന്ധനാണ് അശിരന. മധുരയില്ല അങ്ങനെ പറയരുത്. സ്വർണ്ണ പ്രശ്നത്തിന് വന്നിട്ടുണ്ടെങ്കിൽ താഴെ ഫോൺ നോക്കി അതും ഞങ്ങള് പാമ്പിനൊക്കെ കാണുന്നത്. അങ്ങനെ സ്വർണ്ണ പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് കസിൻസ് ഒക്കെ ആയിട്ട് കുറച്ച് നേരം കത്തി വെച്ചു. അങ്ങനെ ഈവനിങ് ആയി. നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ആദ്യത്തെ സെഷൻ, ഫസ്റ്റ് ഡേ സെഷൻ കഴിയാനായിട്ട്. 3 days ആയിരുന്നു നമ്മുടെ സ്വർണ്ണ പ്രശ്നം ഉണ്ടായിരുന്നത്. അങ്ങനെ അന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമെന്ന് കരുതി എല്ലാവരെയും പിടിച്ചു നിർത്തി ഒരു അടിപൊളി ഫോട്ടോ ഒപ്പിച്ചു കേട്ടോ. ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഒരൊറ്റ ഫോട്ടോയിൽ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോ ഇൻക്ലൂഡ് ചെയ്തത്. ഫോട്ടോ സെഷന് ശേഷം ചെറിയൊരു കൂട്ടപ്രാർത്ഥന ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം വീട്ടിലോട്ട് പോയി. പിറ്റേ ദിവസം ഏർലി മോർണിംഗ് അമ്പലത്തിൽ പ്രസൻറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഡേ 2 കാണാം. അങ്ങനെ ഡേ 2 ആയി. ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് തന്നെ സെറ്റ് മുണ്ടിൻ്റെ കൂടെ ഞാൻ സ്റ്റിക്കേഴ്സ് ഇട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ഇതിപ്പോ പിന്നീട് ഉണ്ടാക്കിയതല്ലേ, സ്ഥാനപ്രാപ്തിയുണ്ടായതുള്ളൂ. ഇവിടെ മുമ്പ് നാഗാലം ഇല്ലല്ലോ. ഇവിടെ പുറ്റുണ്ടായിട്ടുണ്ടോ ഒരു കാലത്ത്? ഇത്രയുണ്ട് പുറ്റ്. അതിന്റെ പ്രതീകം മാത്രമാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമായി. ഡേ 2 ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവായിരുന്നു. 3 ദിവസം 3 മെനു ആയിരുന്നു കേട്ടോ. മണ്ഡപങ്ങളും കാര്യങ്ങളും ഹോളുകളൊക്കെ ഭാവിയിൽ വന്നുകൂടായില്ല മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ. വരുമ്പോ ആലോചിക്കാം. നമ്മൾ ഏത് വർഷത്തിലായാലും അങ്ങനെ ഡേ 2 ലഞ്ച് ടൈമായി. അപ്പോഴത്തേക്കും ഞാൻ ഇന്നലത്തെ പോലെ ലേറ്റ് ആക്കാതെ നേരത്തെ കാലത്തെ പോയി എല്ലാവരുടെയും പ്ലേറ്റ് എടുത്തു, ഏതൊക്കെ ഡിഷ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. പ്ലേറ്റ് കാണിക്കും എന്തൊക്കെ ഐറ്റംസ് അമൃതം വ്ളോഗ്സ്. ഹൈ ഗൈസ്, കൂട്ടുകാരിയല്ലേ? കഴിച്ചോ എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ.
ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ എടുത്ത വീഡിയോ ആണ്. അതാണ് സീറ്റൊക്കെ ഇങ്ങനെ കാലിയായിട്ടിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ അക്കൗണ്ട്സ് ടീമാണ്, ടെമ്പിൾ അക്കൗണ്ട്സ് ടീം. വീണ്ടും ആഫ്റ്റർനൂൺ സെഷൻ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ അവിടെ എന്തൊക്കെയോ കത്തിയൊക്കെ വെച്ചിരിക്കുകയാണ്. മറ്റേത് പെട്ടെന്ന് ഉറക്കം വരുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കത്തി വെച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, എന്നാൽ പോലും ചിലപ്പോൾ ഒന്ന് ഉഴപ്പുന്നുണ്ട്. കുറച്ച് നേരം നിലത്തിരിക്കും, കുറച്ച് നേരം ചെയറിലിരിക്കും. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, അമ്മയുടെ കസേരക്കളി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അന്നത്തെ സെഷനും കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോവാണ്. അതിൻ്റെ മുമ്പേ ജസ്റ്റ് ഞാനും അമ്മയും കൂടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. എന്തൊക്കെയോ കിളി പോയ വീഡിയോസ് ആയിരിക്കും നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ എന്തൊക്കെയോ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും അതിൽ വന്നിട്ടില്ല കേട്ടോ. സ്ലോമോ വീഡിയോ ആയിരുന്നു ഉദ്ദേശിച്ചത്, അവിടെ വരെ നടന്നു പോയിട്ട് തിരിച്ചു വരുന്നത്, പക്ഷെ അത് പാളിപ്പോയി. ഇനി ഡേ 2 അമ്മയെ കാണിച്ച് ഐശ്വര്യമായിട്ട് തുടങ്ങാന്ന് കരുതി. അമ്മ പിന്നെ ഫോൺ കാണുമ്പോഴേക്കും ഹായ് തരും. അച്ഛൻ ക്യാമറ കാണുമ്പോഴേക്കും ഇതേപോലെ രൂക്ഷമായി നോക്കും. ഇനി ഞാൻ എവിടെ പോയി എന്നല്ലേ നിങ്ങൾ കരുതുന്നത്? ആ തൂണിൻ്റെ മറവിന്ന് എൻ്റെ എൻട്രി ഉണ്ട്. അവസാന ദിവസം ആയതുകൊണ്ട് ലളിതാ സഹസ്രനാമം രാവിലെ ജപിച്ചിട്ട് വേണം സ്വർണ്ണപ്രശ്നത്തിന്റെ ബാക്കി ഭാഗം കേൾക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ വിളക്കുമായിട്ട് അങ്ങോട്ട് പോകുന്നത്. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പം നാമം ജയിക്കാനായിട്ട് കാത്തിരിക്കുന്ന ആളുകൾ എന്നെ ചീത്ത വിളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചിരിച്ച് നൈസായിട്ട് അങ്ങനെ പോകുന്നത്. ദേവിയുടെ ഒരു ഫോട്ടോവും അതിൻ്റെ മുമ്പിൽ നിലവിളക്കും വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ലളിതാ സഹസ്രനാമം ചൊല്ലാറ്. അതേപോലെ നമ്മൾ അവിടെ ചൊല്ലി അതിനുശേഷമാണ് സ്വർണ്ണപ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട സംഖ്യയാണ് നമ്മളത് നഷ്ടപ്പെട്ടു, പിന്നീട് രണ്ടാമത് സ്വീകരിച്ചു. വീഡിയോ ഹായ് പറയും. കൈ വെക്ക കുത്തി കുത്താന്. അവരെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ ക്ഷേത്രത്തിൽ വ്യക്തിഗതമായ കാര്യങ്ങൾ അറിയാനുള്ളതല്ല കോമരം. ആദ്യം മനസ്സിലാക്കുക, ദേവഹിതം എന്ന ക്ഷേത്രേശ വിഭാഗങ്ങൾക്ക് ദേവന്റെ ഹിതം പറഞ്ഞു കൊടുക്കുന്ന വിഷയമാണ് കോമരം. അമരഹ, ഇതാണ് കോമരം. ദേവന്റെ പ്രതിരൂപമാണ് കോമരം, ഭഗവതിയുടെ പ്രതിരൂപമാണ്. അപ്പോൾ ഭഗവതിയുടെ കൃത്യമായ കാര്യങ്ങൾ മനുഷ്യരിലൂടെ അല്ലെങ്കിൽ കോമരത്തിലൂടെ മറ്റുള്ളവരെ അറിയിക്കുന്നു. അല്ല, നിങ്ങൾക്ക് ഭക്തന്മാർക്ക് വന്ന് കാണാനുള്ള അവസരങ്ങളൊക്കെ പിന്നീട് ചിന്തിച്ചോളൂ. അല്ലാണ്ട് ഉത്സവത്തിലെ കോമരം ആ സമയത്ത് ദേവഹിതം മാത്രം പറഞ്ഞു കൊടുക്കല്ലാണ്ട് അത് ആരുടെ വാർത്തയാണ്? ഇവിടെയുള്ള പ്രധാന കാര്യങ്ങൾക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന കക്ഷികൾ മരണപ്പെട്ടു പോകുന്നു അല്ലേ? ഒന്നോ രണ്ടോ അല്ല, അത് ഒരു നിരന്തര സംഭവമായതുകൊണ്ട് സ്ഥാനത്തിലേക്ക് വന്നു ചേരാൻ ആളുകൾക്ക് ഭയപ്പാട്. ദുരിതങ്ങളും കൃത്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിപ്പോഴും മൈനസ് ചെയ്തിട്ടില്ല, ഡെപ്പോസിറ്റ് എടുക്കുന്നുണ്ട്. അത് ദേവനിലുണ്ട്. അപ്പൊ അതാണ് ദേവന്റെ വോൾട്ടേജ് ഉണ്ടായിട്ടും പ്രകാശിക്കാത്തത്. ആ ദുരിതങ്ങൾക്ക് കാരണം ഇപ്പോൾ ഇവിടെ നമ്മൾ ഇന്നലത്തെ പ്രസിദ്ധയിൽ ഇപ്രകാരമുള്ള ഒരു ചക്രാബ്ജ പൂജയിലൂടെ തറവാട്ടുകാരെല്ലാവരും ദേവസംബന്ധികളായ എല്ലാ ആളുകളും ബന്ധപ്പെട്ട് ഈ പറയപ്പെട്ട പ്രേതങ്ങളെയെല്ലാം സായുധീകരിച്ച് അവർക്കുകൂടി ഈ കർമ്മത്തിൽ അവരെ കൂടി സാക്ഷ്യപ്പെടുത്തി. പാൽപ്പായസം അവിടെ സഹസ്രനാമർച്ചന ദൈവവിളക്ക് തിരുമലമാണ് രണ്ടായിരം പണിസാറ് ഭഗവതി കടല് മമ്മിയൂർ കഴിഞ്ഞാൽ മമ്മിയൂർ പോയിട്ട് അവിടെ ശിവന് വിഷ്ണുവിന് വഴിപാട് ചെയ്യണം. ശിവന് ധാര പശുപരിമാർക്കും കുറച്ച് കുരുമുളകും മഞ്ഞളും ക്ഷേത്രവാലിനിട്ട് തേങ്ങ വല്ല അപരാധവും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഈ പ്രശ്നപ്രകാരം വേണ്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് നിർവഹിക്കണം നടത്തിത്തരണമെന്നും പ്രാർത്ഥിച്ചെല്ലാവരും. ധർമ്മദൈവം പ്രസാദിച്ചേ പുലർപ്പൂ തറവാട്. ധർമ്മദൈവത്തിൻ്റെ പ്രസാദം കൊണ്ട് മാത്രമേ തറവാടിൽ നിന്നുണ്ടാവൂ.
ശ്രേയസ്സുണ്ടാകും. മറ്റേത് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിതൊന്നും നോക്കാണ്ട് ഗുരുവായൂർ മൂകാംബിക നിത്യം പോയിട്ടോ അല്ല മാസം പോയിട്ടോ ഒരു കാര്യമില്ല. അല്ല, ഭാഗവതം, രാമായണം ഇതെല്ലാം ചെയ്യണം. ഇനി ഇവിടെ കർക്കിടമാസം ഇവിടെ വായിച്ചൂടെ? ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് രാമായണം വായിക്കാനോ. അപ്പോൾ ശരിക്കും നമ്മളെ വീട് തന്നെയാണ് ശരിക്കും ക്ഷേത്രം പോലെ കൊണ്ടെടുക്കുന്നത്. അതാണ് നേരത്തെ പറഞ്ഞത് ഉദാപടാങ്ക ശബരി. അപ്പോൾ താഴത്തേയിൽ നിശ്ചയ സ്ഥലത്ത് ചിത്രകൂടത്തെ മാറ്റി സങ്കല്പിച്ച് ആരാധന കൂടുക. മാസത്തിലൊരു പുറത്തായിട്ടൊരു വിളക്ക് വെക്കുന്ന തരത്തിലാക്കിയാൽ മതി. ഇവിടുത്തെ ഇതുണ്ടല്ലോ മാസത്തെ പൂജ കണ്ട ഒരു വഴി ഇപ്പം പോയിരുന്ന വഴിയില്ലല്ലോ. അല്ല, വേണമെങ്കിൽ ഒരു ഇത് ഉണ്ടാക്കാം, പ്രവേശിക്കാം. ചിത്രകൂടം സ്ഥാപിച്ചു കഴിഞ്ഞാൽ എന്താണ് പരിചയം കാണിക്കുകയല്ലേ. ഈ സുഹൃതഹോമവും ചക്രാബ്ജ പൂജയും ഒരു 3 വർഷത്തോളം എല്ലാ കൊല്ലവും തുടർന്നാൽ കംപ്ലീറ്റ് അങ്ങനെ പ്രശ്നവിധികളൊക്കെ കേട്ട് കഴിഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ ഫോട്ടോ സെഷൻ തുടർന്നു കേട്ടോ. ഈ ഒരു സെറ്റുമുണ്ട് എൻ്റെ ഫേവറേറ്റാണ്, ഇതുവരെ വാങ്ങിച്ചതിൽ എൻ്റെ ഫേവറേറ്റാണ്. ഈ ഒരു റോസ് ഗോൾഡ് വരുന്ന സെറ്റുമുണ്ട്. അങ്ങനെ 3 ദിവസം നീണ്ടു നിന്ന ഞങ്ങളുടെ സ്വർണ്ണ പ്രശ്നം അന്ന് അവസാനിക്കുകയാണ്. എല്ലാവരോടും എഴുന്നേറ്റ് നിന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എല്ലാവരും പങ്കെടുത്ത് പ്രാർത്ഥിക്കണം. നന്നായിട്ട് വിഷയം. പിന്നെ എല്ലാവരും ചായയൊക്കെ കുടിച്ച് ബായ് പറഞ്ഞ് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം ഞാൻ ലാസ്റ്റായിട്ട് ഒരു വീഡിയോ കൂടെ എടുക്കാനായിരുത്തി. ഒരു ഹായ് പറയൂ. ഹായ് മമ്മി. യൂട്യൂബ് ചാനൽ വീഡിയോ ഹായ് വേണേ, ഹായ് വേണം, ഹായ്. പിന്നെയും നമ്മൾ ഈവനിങ് ടീ സ്നാക്സ് ഒക്കെ കഴിക്കാനായിട്ട് കലവറയിലേക്ക് പോയി. മൂന്ന് ദിവസത്തെ സ്വർണ്ണപ്രശ്നം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു പോസ്റ്റ് കണ്ടത് കേട്ടോ. അപ്പോൾ അതും കൂടെ എടുത്തിട്ട് ഞാനിതേ ഈ ഒരു അമ്പലത്തിൻ്റെ അടുത്തുള്ള പുഴ കൂടെ കാണിച്ചു തരാം. വളരെ ശാന്തസുന്ദരമായിട്ട് ഒഴുകുന്നൊരു പുഴ കേട്ടോ ഞങ്ങളുടെ പുഴ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീടും വരുന്നത്. ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു പറമ്പിൽ വെച്ചിട്ടാണ് നമുക്ക് ഉത്സവമുള്ള സമയത്ത് ഫുഡൊക്കെ അറേഞ്ച് ചെയ്യാറ്. അങ്ങനെ വീണ്ടും ഞാൻ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറി ബാക്കി എല്ലാവർക്കും കൂടെ ടാറ്റ കൊടുത്തിട്ട് വരാമെന്ന് കരുതി. യോഗന് എന്താ കിട്ടിയെന്ന് പറയും? നാഷണൽ ലെവലാ? അല്ല, ഡിസ്ട്രിക്റ്റില് സെക്കൻഡ്. ഡിസ്ട്രിക്ട് ലെവൽ സെക്കൻഡ്. ഇനി സ്റ്റേറ്റിൻ്റെത് 19-ാം തീയതി തൃശ്ശൂർ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞങ്ങള് പ്രശ്നം കഴിഞ്ഞ് പോവാണ്. സ്വർണ്ണ പ്രശ്നം കഴിഞ്ഞിട്ടല്ല, സ്വർണ്ണ പ്രശ്നം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോവാണ്. പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ബൈ. അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഞാൻ ഇത് യൂട്യൂബിലിടും നമ്മളെ ഇന്നത്തെ എല്ലാ വീഡിയോസും. കണ്ടോ ഗൈസ്, ഈ ജനറേഷൻസ് ഒന്നും യൂട്യൂബ് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെ ലളിതാ സഹസ്രനാമം കൂടെ ചൊല്ലി ഞാൻ ഈ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ദോഷം പരിഹരിക്കപ്പെടണം. അത് താന്ത്രികമായെങ്കിലും പരിഹരിക്കാം.